I can't feel no better. What's this knob do? What's this knob do? Let's go. Let's go. മിസ്റ്റർ ക്രിസ്റ്റി, എന്നെ ചതിച്ചിട്ട് ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ക്രിസ്റ്റി, എന്താ ഇതൊക്കെ? എനിക്കൊന്നും അറിയൂല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എന്നാലും ക്രിസ്റ്റി, നീ ആൾ കൊള്ളാലോ. നീ പുറകെ കൂടി ജാക്കിയൊക്കെ പറഞ്ഞല്ലേ? ഇതേ കോപ്പ, ഒരുമാതിരി കോപ്പത്തരം വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ഡാ, നീ ഏതാടാ ലവലാതി? ഓഹോ, നിങ്ങൾ എന്നെ മറന്നല്ലേ? എന്തൊക്കെ പഞ്ചാര വാക്കായിരുന്നു. എന്നെ പൊന്നുകൊണ്ട് മൂടാമെന്നും ആകാശത്തിലൂടെ പറത്താമെന്നും. ഞാനവനൊന്നും പറഞ്ഞിട്ടില്ല. ക്രിസ്റ്റി, എന്താ ഇതിന്റെ അർത്ഥം? അപ്പച്ച എനിക്കറിയാമല്ല, ഞാൻ ആദ്യമായിട്ട് കാണുവാ. ആദ്യമായിട്ട് കാണുന്നത് സത്യമാ. ബട്ട് ഈ അച്ചു അശ്വതിയെ മറന്നു എന്റെ ഏട്ടായി. അച്ചു അശ്വതിയാ? അത് നീയായിരുന്നോ? എടാ പന്നി, നിനക്ക് ഇവന്റെ പേരെങ്ങനെ അറിയാം? സത്യം പറയടാ. അത് ഞാൻ പെണ്ണ് കിട്ടാണ്ടായപ്പോ അവസാന അടവായിട്ട് ഒരു ഫേക്ക് ഐഡിന്ന് അച്ചു അശ്വതിക്ക് മെസ്സേജ് അയച്ചു. തല്ലുകൊള്ളേണ്ടി വന്ന രക്ഷപ്പെടാൻ വേണ്ടി നിന്റെ പേരിലാ ചാറ്റ് ചെയ്തത്. കൊല്ല് എന്നെ അങ്ങ് കൊല്ല് കൊച്ചെ. ഇവൻ എന്റെ പേരും പറഞ്ഞ് നിന്നോട് ചാറ്റ് ചെയ്തത്. ഓഹോ, അപ്പൊ ഇതാണ് എന്റെ ഏട്ടായി. എടാ ക്രിസ്റ്റി, നീ എന്തിനാ ഞാനാണെന്ന് പറഞ്ഞത്? ഞാൻ പെണ്ണാണെന്ന് വിചാരിച്ച. ഇതൊരു ചെറുക്കനാട്, എനിക്കൊന്നും വേണ്ട. ഏട്ടായി ആരാടാ നിന്റെ ഏട്ടായി? നീരാണല്ലേ? നിനക്ക് എങ്ങനാടാ ഈ അച്ചു അശ്വതി എന്ന് പേര് വന്നത്? അത് എന്റെ അമ്മയുടെ പേരാ എനിക്കിട്ടെ. എനിക്ക് നീ ചേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതാ. നീ ഒരു മധുര വർത്തമാനം പറയരുത്. എടാ, ഇപ്പൊ നമ്മളെ രണ്ടും ടാലിയായില്ല. ആർക്കാടാ എന്റെ ബേബിയെ കെട്ടേണ്ടത്? അയ്യോ, ഈ കിളവൻ ഇത് എവിടെ നിന്ന് വന്നു? കിളവാ, താനേതാ? ഇതെന്റെ ഏട്ടായിയാ. ആരാടാ നിന്റെ ഏട്ടായി? ഇതെന്റെ ബേബിയാ. ഓവിയേടാ, മംഗളകരമായ ഒരു കാര്യം നടക്കാൻ പോവാ. നീ ഈ കിളവനെ നിന്റെ അശ്വതിനെ വിളിച്ചോണ്ടൊന്ന് പോയി തരാമോ? പ്രഭാകര, ബേബി, ഏട്ടായി. എനിക്ക് വട്ട് പിടിക്കുന്നു. അതെ, നിങ്ങൾ ഇങ്ങനെ നിൽക്കാതെ വന്ന് സൈൻ ചെയ്ത്. എനിക്ക് വേറെ പണിയുള്ളതാ. ചെറുക്കൻ എവിടെ? ചെറുക്കൻ. അയ്യോ, എടാ, ഞാൻ അറിയാതെ ഒപ്പിട്ട് പോയി. എടാ അലവലാതി, ചതിച്ചു. നീ എന്താണ് ഈ കാണിച്ച്? എടാ, എന്റെ തലക്ക് മുകളിൽ കിളി പറന്നു പോയ ഒരു അസുലഭ നിമിഷത്തിൽ മായ്ക്കടാ, മായ്ക്ക് വേണം മായ്ക്കടാ. നമ്മുടെ വീട്ടിലെ ബോക്സിലാ. കോപ്പ്. ക്രിസ്റ്റി, ഇതെന്തൊക്കെയാ? നീ അല്ലേ എന്നെ മാരേജ് ചെയ്യണ്ടേ? ഇപ്പൊ എന്റെ ഹൗസ് പ്രിൻസ് ആയല്ലോ. ഓ ഗോഡ്. സിൻഡു, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? അവന്റെ എന്റെ ടൂൾസ് തമ്മില് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കുറച്ച് പവർ കൂടിയാലേ ഉള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കൂല. എടോ, താനെന്താ ഈ കാണിക്കുന്നേ? പേപ്പർ വിഴുങ്ങുന്നോ? പേപ്പർ തിന്നാലും കുഴപ്പമില്ല. എന്റെ സിന്ധുവിനെ ഇവന് ഞാൻ കൊടുക്കൂല. എടോ, താൻ പുതിയ പേജ് എടുക്ക്. ഇവന്റെ ചെക്കനെ ഈ ഞാനാ അല്ലേ മുത്തേ? ക്രിസ്റ്റി, ഒരു മിനിറ്റ്, ഒരു കോൾ വന്നിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ. എന്താ സിൻഡ്രു? ക്രിസ്റ്റി, പണി പാളി. മമ്മി എത്തിയിട്ടുണ്ട്. ഏത് നിമിഷം ഇവിടെ എത്തും. എനിക്ക് വയ്യ. ഇനി എന്ത് സംഭവിക്കാം? എന്താടാ മോനെ പ്രശ്നം? ഹാരിയുടെ മമ്മി വരുന്നെന്ന്. ഇത് പുതിയ കാലമായല്ലോ. ഇനി ഇതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഒരാൾക്കേ കഴിയൂ. അതാരാടാ അങ്ങനെ ഒരാൾ? വല്ല പോലീസായിരിക്കും. മാലാഖി, എന്റെ പ്രിൻസി മാലാഖി, എവിടെ സെക്സി മാലാഖ? വന്നി മന്തായി ചേട്ടൻ രക്ഷിക്കെന്റെ മാലാഖി. ഓ, നിന്റെ തൊണ്ടനം പാക്കിയോണ്ട് എങ്ങനെയാണെങ്കിൽ. മാലാഖി, മാലാഖി. അവനത് എന്തിന്റെ കേടാ? ഇടക്കേടാ, ഞാനാടോ അത്. എനിക്ക് വരാൻ പറ്റൂലോ. ഷോ, മാലാഖി,
കുഴി കുഴിച്ച് താഴെ പോവാൻ തോന്നണം. ക്രിസ്റ്റി, മമ്മി വന്ന എല്ലാം തീർന്നു. നിന്റെ മമ്മി വന്നാ മമ്മി ഡെഡ് ബോഡിയാ ഈജിപ്തിലോട്ട് നടക്കും. മെയ്ഡ് ഫ്രം കേരള. എന്നാലും എന്റെ മാല എന്നെ ചതിച്ചല്ലോടാ. എടോ മനുഷ്യനെ, നിങ്ങൾക്ക് ചാവുന്നത് വരെ ഞാനേ വിധിച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾ ആ വായ കൊണ്ട് മാലാകെന്ന് പറഞ്ഞാൽ ആ വായ ഞാനങ്ങ് തുന്നിക്കെട്ടും. എന്നിട്ട് ഇവന്റെ മമ്മിയുടെ കൂടെ അങ്ങ് ഈജിപ്തിലോട്ട് അയക്കും. മെയ്ഡ് ഫ്രം കേരള, മത്തായി മമ്മി, സാറാമ്മ വക. മനസ്സിലായോ? ഏയ്, ഒപ്പിടുന്ന മാമ എവിടെ ഒപ്പിടണ്ടേ? മമ്മി പറഞ്ഞതിന് മുന്നേ ഞങ്ങളെ കേട്ട് നിർത്തണം. അല്ല, ഒരു മാലാക വരുന്നു പറഞ്ഞു. ഞാനിതുവരെ മാലാകിയെ കണ്ടിട്ടില്ല. ഓ ഒലക്ക, മാലാകക്ക് ഇത്രയും ഡിമാൻഡാ? പ്രിൻസ് ഇതിന് സമ്മതിക്കണം. സാറേ, ഇവരുടെ കൂടെ എന്റെ ഏട്ടായുടെ കൂടെ കല്യാണം ഒന്ന് നടത്തി തരാൻ പറ്റുമോ? ചെറുക്ക അവിടെ വല്ലതും പോയിരുന്നു. മനുഷ്യന് ഇത്തിരി സ്വസ്ഥത. എന്റെ ബേബിയെ കേട്ടാ ഞാൻ ഇവിടെ ഉണ്ടടാ. എന്റെ ബേബി. അയ്യോ, എന്റെ തല കറങ്ങുന്നേ. പ്രഷറിന്റെ ഗുളിക കഴിച്ചിട്ടില്ല കേളവൻ. ഏയ്, ഈ സാധനത്തിന് ആരെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോക്കേ. ദേ, ഇവിടെ സൈൻ ചെയ്യും. ഇത് നടക്കില്ല. അയ്യോ മമ്മി. I can't feel no better. What's this knob do? എന്റെ തൊട്ടൊരു പെണ്ണ്. മത്തായി ചേട്ടായി, എന്റെ മത്തായി ചേട്ടായി. എന്താ നിന്റെ അമ്മയുടെ പേര്? ലില്ലി തൊത്തൂർ വർഗീസ്. ഓ മൈ ഗോഡ്, എന്റെ അപ്പന്റെ പണ്ടത്തെ ക്രഷ് പണിപാളിയോ? എന്റെ തൊത്തരു, എത്ര നാളായി നീ എന്നോടൊരു വാക്ക് പറയാതെ പോയി കളഞ്ഞത് കൊണ്ടല്ലേ എനിക്ക് ഈ താടകേനെ കെട്ടേണ്ടി വന്നത്. മത്തായി ചേട്ടായി, പറ്റിപ്പോയി മത്തായി ചേട്ടായി. എന്നാലും എന്റെ ആഗ്രഹങ്ങൾ പോവാണെങ്കിൽ അവസാനം ഞാൻ കണ്ടുമുട്ടിയല്ലോ. എടാ ക്രിസ്റ്റി, റൂട്ട് വേറെ എങ്ങോട്ടോ പോണത് പോലെ തോന്നുന്നു. മത്തായി ചേട്ടന്റെ മോനാണോ എന്റെ മോനെ കെട്ടാൻ പോണേ? അതെ മുത്തേ, അതെ. ഇതാണോ മത്തായി ചേട്ടന്റെ മോൻ? ഓ, എന്റെ മത്തായി ചേട്ടനെ വാർത്ത് വെച്ചിരിക്കുന്നു. എനിക്ക് സമ്മതമായി കല്യാണത്തിന്. എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. തുത്തുരു, എനിക്കിപ്പോഴും നിന്നോട് ക്രഷ് ഉണ്ട്. ഞാൻ ആ താടകനെ ഉപേക്ഷിക്കാം. നമുക്ക് കെട്ടാം. തന്തേ വേണ്ടതിനെ പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ തമ്മിൽ കിട്ടിയ ഇവനെന്റെ സ്റ്റെപ്പ് ബ്രദറായി മാറും. സമ്മതിക്കില്ല ഞാൻ. എന്താണ് മകനെ അത്ര വലിയ ആഗ്രഹങ്ങൾ? അമ്മച്ചി എന്താണ് ഈ വടിയൊക്കെ ആയിട്ട്? അങ്ങേര് തള്ളിക്കൊണ്ട് എന്തിനാ സ്വർഗത്തിലേക്ക് അയക്കും? അവിടെ പോയി മാലാകനെ ജീവിക്കട്ടെ. എനിക്ക് മതിയായി. അമ്മച്ചി ഒന്ന് അടങ്ങമ്മച്ചി. പിന്നെ ഇതെല്ലാം കണ്ട് കൈകെട്ടി നിക്കണമെന്നാണോ നീ പറയണേ? അപ്പ 5-6 വർഷം കൂടി കഴിഞ്ഞ അപ്പം വടിയാവും. ഞങ്ങൾക്കാണെ ജീവിതം നീണ്ടു നിവർന്ന് കിടക്കുക. അപ്പ ഒന്ന് ചിന്തിക്കപ്പ. അപ്പന് കെട്ടണം. എനിക്ക് കെട്ടണം. അപ്പ എടാ, ഇതത് തന്നെ. മറ്റേത് കൂടി വട്ടായതാ. ഈ ഏത് മറ്റേത്? മറ്റേ ഹോർമോൺ. അതിന്റെ ഒരശരീരിയാ നിന്റെ ബോഡിയിലും ഇടക്ക് വന്നു പോകുന്നേ. എടാ, ഇങ്ങനെ ഒതുക്കും. മമ്മി എന്താ ഒന്നും വേണ്ടാത്തെ? മമ്മി ഇതിന് സമ്മതിക്കരുത്. എന്റെ ജീവിതമാ. മോനെ, എനിക്ക് നിന്റെ ഭാവിയാ വലുത്. പക്ഷെ മത്തായി ചേട്ടായിയുടെ പണ്ടത്തെ അതേ പവർ കാണുമ്പോ എന്റെ മനസ്സ് കൈവിട്ടു പോകുന്നു. ശുഭം. അയ്യോ, എല്ലാം പോയേ. അമ്മച്ചി കരയാതെ. അതെ, ഇതിപ്പോ ആരുടെ കെട്ടാൻ നടത്തണ്ടേ? അപ്പന്റെ ആണോ, മോന്റെ ആണോ, കൂട്ടുകാരന്റെ ആണോ? എനിക്കറിയൂല. സിന്ധു, നമുക്ക് എങ്ങോട്ടേലും ഒളിച്ചോടി പോകാം. എടാ, നീ കരയല്ലേ? നിന്നെ അങ്ങനെ കരയാൻ ഞാൻ വിടൂലടാ. അല്ലെ പിന്നെ ഞാൻ കൂട്ടുകാരെന്നും പറഞ്ഞ് ജീവിച്ചിരിക്കുന്നത് എന്തിനാ? ഹലോ എടാ പ്രിൻസേ, നീ ആരെയാ വിളിച്ചേ?
നീ കണ്ടോ, നിന്റെ അമ്മച്ചിയുടെ ആർമി വരുന്നുണ്ട്. ആർമിയാ? എവിടെയാണ് ഞങ്ങളുടെ സാറാമ്മ? സാരള ചേച്ചി, വനജ ചേച്ചി, ഇതെന്താ അയൽക്കൂട്ടം മൊത്തം ഉണ്ടല്ലോ. സാറല്ലേ, അങ്ങേർക്ക് എന്നെ കളഞ്ഞ നേത്രത്തിനെ കെട്ടണോന്ന്. നീ വിഷമിക്കണ്ടടി, ഞങ്ങൾ നോക്കിക്കോളാം. എവിടെയാ കളവൻ? അയ്യോ, എന്താ? എടാ മോനെ ക്രിസ്റ്റി, അപ്പനെ രക്ഷിക്കടാ. കാണാത്ത പോലെ നിൽക്കാം. കുറച്ചു നേരം നിങ്ങളവിടെ കിടക്കും, ഞാനൊന്ന് കെട്ടിക്കോട്ടെ. ചേച്ചി, കുറച്ച് മുറുക്കി കെട്ടിക്കോണേ, ഇറങ്ങി വരരുത്. ഞാനൊന്ന് മനസമാധാനമായി കെട്ടിക്കോട്ടെ. തുത്തിരൂ, എന്റെ തുത്തിരൂ. എടോ രജിസ്ട്രാറെ, വേഗം എവിടെ ഒപ്പിടണ്ടേ? മോനെ, എന്താപ്പാ? ഒപ്പിടരുത് മോനെ. ഇല്ല, ഞാനിട്. അവനമ്മ തുണിക്കുന്നു കോഴികളെ തനിക്കുന്നു ഗുലുമാൽ. പാട്ട് പാടി വീഴ്ത്താൻ നോക്കണ്ട, എനിക്ക് ആ കുഴിയിൽ വീഴാൻ ഇഷ്ടമാണ്. മോനെ, നോ. വീഴല്ലേ, പതുക്കെ. ആ കയറൊക്കെ ഒന്ന് ഊരിക്കളഞ്ഞി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടാ. സിൻഡ്രു, ദേ നിന്റെ അമ്മായിപ്പൻ. എന്നാലും മോനെ, അപ്പനോട് ഇത് വേണ്ടായിരുന്നു. അയ്യോ, താടക. ഏട്ടായി, അയ്യോ, ഇവൻ പോയില്ലേ. ക്രിസ്റ്റി, സോറി ഫ്രണ്ട്സേ, ഞങ്ങൾക്ക് കുറച്ച് പ്രാക്ടിക്കൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിന് ഒറ്റക്കടിയില്ലേനോട്ടാ. എടാ ദുഷ്ട. ഏട്ടായി, കോഫി. അവന്റെ ഒരു കോഫി. എന്താണപ്പാ വഴക്കിട്ടിരിക്കണേ? എല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കപ്പാ. അമ്മച്ചി, അപ്പോ ഞങ്ങളങ്ങ് പോവാണേ. എടാ മോനെ, എന്റെ ഹാരിമോനെ ബാക്കി വെച്ചേക്കണേ. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം. ആ സിന്ധു, സിൻഡ്രു, നമ്മുടെ ആദ്യ രാത്രി സഭാകുബ സമാപക ആദ്യ രാത്രി എത്തി. അത് മതി. ഞാൻ നിനക്ക് വേണ്ടി കാത്തു വെച്ചതല്ല ഇന്ന് ഞാൻ നിനക്കായി തരും. എന്റെ സുമേഷി, ഉണരൂ. അതെ, ഇത്ര സ്പീഡ് വേണോ? പതുക്കെ പോരെ. വേണ്ട സിന്ധു, എനിക്കൊരു തെണ്ടുകളെയും വിശ്വാസമില്ല. എത്രയും വേഗം കാര്യം നടന്നാൽ എനിക്കും എന്റെ സുമേഷിനും ആശ്വാസത്തോടെ കണ്ടെത്താൻ പറ്റും. ക്രിസ്റ്റി, ഭക്ഷണത്തരം പറയുന്നതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള നിന്നോട്. നിർത്തുന്നുണ്ടോ നിന്റെ ഈ ഡബിൾ മീനിങ്? ഡബിൾ മീനിങ് ഇല്ലാതെ ഈ ക്രിസ്റ്റി ഇല്ല മോനു. എന്നെയും പിന്നെ ആ തെണ്ടി അവനെ എന്റെ ആദ്യ രാത്രി മെൻഷൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ബട്ട് നമ്മുടെ പ്രണയം പൂത്തല് അവന്റെ ഒരുപാട് പൂക്കൾ തീച്ചൊരിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മറക്കാൻ പാടില്ല. പാവം, ആ ചെറുക്കന്റെ കൂടെ ഒരു വഴിയായിട്ടുണ്ടാവും. നമുക്കിനി കളയാൻ സമയമില്ല. എന്ത് സംഭവിക്കാം അതിനു മുന്നേ എന്റെ സെൻട്രു, ഞാൻ എന്നെ ഒന്ന് കിസ് ചെയ്തോട്ടെ. ഫാൻ ഇടാൻ മറന്നു. എന്തൊരു ചൂട്. അത് കഴിഞ്ഞിട്ട് സുമേഷിന് പുറത്തിറക്കാം. കാണാൻ കൊതിയായോ എന്റെ മുത്തിനെ? അയ്യേ, നീ നോക്കുന്നുണ്ടോ? നിന്റെ ചിരി കാണാൻ എന്ത് രസമാണെന്നറിയോ? ഞാൻ ഫാൻ ഇട്ടിട്ട് വരാം.
അയ്യോ ചൊറിയുന്നു. അയ്യോ ഇതെന്താ പൊടി. ആ അമ്മേ ക്രിസ്റ്റി എനിക്ക് ചൊറിയുന്നു. നിനക്ക് മാത്രമല്ല ഞാനിവിടെ തുള്ളുന്നാണ്ടില്ലേ. അള്ളോ രക്ഷിക്കണേ. ഇതെന്തോ ഒരു അപശബ്ദം കേട്ട് നല്ല പരിചയമുണ്ടല്ലോ. അയ്യേ ഇവനെന്താ ഇവിടെ? നീ എന്താണ് ഞങ്ങളുടെ കട്ടിലടി? ക്രിസ്റ്റി മാപ്പ് തരൂ. ആ പിശാചിന്റെ കയ്യിൽ രക്ഷപ്പെടാൻ എനിക്ക് വേറെ മാർഗമൊന്നും കിട്ടിയില്ല. അയ്യോ അമ്മേ എന്റെ ഈശോയെ, എനിക്ക് ഫാൻ ഇടാൻ തോന്നിയത് കൊണ്ട് ഇപ്പോഴെങ്കിലും നീ ഇതിന് അടിയിലുണ്ടെന്നറിഞ്ഞു. ഇല്ലെങ്കിൽ എന്റെ സുമേഷിന്റെ ലൈവ് ഷോ നീ കാണുമായിരുന്നില്ലേ? ക്രിസ്റ്റി എന്നെ പോലെ അത്രക്ക് ചെറ്റിയൊന്നല്ല ഞാൻ. എടാ ഇതൊന്നും പറഞ്ഞു നിൽക്കാനുള്ള സമയമല്ല. എനിക്ക് ചോറിലിട്ട് നിൽക്കാൻ വയ്യ. ഈ പൊടി എങ്ങനെ വന്നടാ ഇവിടെ? എനിക്കറിയൂലടാ. വാ എന്തായാലും ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങാം. ചേടാ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും നിന്റെ റൂമായോണ്ട് നീ തന്നെയാണ് ലക്ഷ്യം. അത്രക്ക് നിന്റെ ആദ്യ രാത്രി ഗുണമാക്കാൻ ആർക്കാടാ ഇത്ര താല്പര്യം? ആഹാ എല്ലാരും ഉണ്ടല്ലോ. എന്താ മോനെ ഇന്നിന്റെ ആദ്യ രാത്രിയല്ലേ? എന്നിട്ടെന്താ ഇവിടെ കാറ്റും കൊണ്ട് നിൽക്കണേ? അപ്പാ ആരോ ഞങ്ങളുടെ റൂമിന്റെ ഫാനിന്റെ മുകളിൽ എന്തോ ഒരു പൊടി ഇട്ടിരുന്നു. ഫാൻ ഇട്ട് കഴിഞ്ഞപ്പോ അതാകെ സ്പ്രെഡായി. ചോറിനിട്ട് നിൽക്കാൻ വയ്യ. എന്ത് പൊടിയാണോ എന്തോ. അത് നായ്ക്കരുന്ന പൊടിയാടാ. ഇച്ചിരി ചൊറിയലയുടെ നീരും കൂടി മിക്സ് ചെയ്തത്. എന്ത് അപ്പനാണോ? എന്നാലും സ്വന്തം മകനോട് അവന്റെ ആദ്യ രാത്രിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നി? കണ്ണീച്ചോരയില്ലാത്ത കിളവാ നിങ്ങൾ കാരണം എനിക്കും ചൊറിയേണ്ടി വന്നില്ലേ? നിന്നോട് ആരാ സീൻ പിടിക്കാൻ അവന്റെ കട്ടിലിന്റെ അടി കയറി ഇരിക്കാൻ പറഞ്ഞു? പന്ന കിളവാ. അയ്യോ ചൊറിഞ്ഞിട്ട് വയ്യേ. എന്നാലും അപ്പ എന്തിന് എന്റെ ശിശിരകാല മധുര പ്രണയത്തിന്റെ കൊമ്പുകൾ ഒടിച്ചതിന്, എന്റെ തുത്തുവിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തതിന് അപ്പാ കുഴിയിലോട്ട് കാലം നീട്ടാറായല്ലോ. ഞാൻ പെട്ടി വരെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളുടെ ഞാൻ പറയണില്ല. പറ കുറച്ചുകൂടെ പറ. കുറച്ച് പൊടിയൂടെ ബാലൻസ് ഇരിപ്പുണ്ട്. അപ്പൊ വേണ്ട. ഹാരിമോനെ നിന്നെ ചൊറിയിക്കണമെന്ന് അപ്പന ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ എന്നാ ചെയ്യാനാ? ഇവൻ ഫെവിക്വിക്ക് പോലെ ഒട്ടിപ്പിടിച്ചാർന്നല്ലോ നടപ്പ്. സോറി, ഈ പാവപ്പെട്ട അപ്പനോട് ക്ഷമിക്കൂ. ഓ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. സിൻഡ്രു ഞാൻ ചൊറിഞ്ഞു തരട്ടെ? എടാ ഇതിനിടയിൽ വേണോടാ നിന്റെ ഏട്ടായി. അയ്യോ കാലമടൻ ഇവിടെ എത്തിയാ എനിക്ക് വയ്യ. എനിക്ക് ചത്താ മതി. അപ്പാ സ്വന്തം മകൻ ആദ്യ രാത്രി ചൊറിച്ചില് കൂടി രക്തസാക്ഷിയാവാൻ പോയിട്ടു എന്റെ അമ്മച്ചിനെ കാണുന്നില്ലല്ലോ. എവിടെയാ തള്ള? ആ അവള് കോളില സരളയുമായി അമേരിക്കൻ ഡോളറിനെ പറ്റി ഡിസ്കസ് ചെയ്യുക. കേട്ട് കാണില്ല പാവം. ഓ ഏത് നേരത്താണോ എന്തോ. ആ പിന്നെ മോനെ ചൊറിച്ചില് വന്ന് ഇതുവരെ ആരും ചത്ത ചരിത്രമില്ല. അപ്പാ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണോ അപ്പാ? നേരെ ഓടിക്കോ നമ്മുടെ കുളത്തിലോട്ട്. ഇന്നൊരു രാത്രി കുളത്തിൽ കിടന്ന നീ രക്ഷപ്പെടും. അപ്പൂന്റെ ഫസ്റ്റ് നൈറ്റ് എന്റെ സുമേഷ് എല്ലാം കുളമായില്ലോ കൊണ്ടയാളോ. കുളമെങ്കിൽ കുളം. I can't യശോദേ. What's this knob do? ഇപ്പൊ കുറച്ച് ആശ്വാസമുണ്ട്. നിനക്കോ സിൻഡ്രു? കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നിനക്കാടാ ഫ്രണ്ട്സേ? എനിക്ക് കുറച്ചുണ്ട്. ഫുള്ളായിട്ട് മാറിയിട്ടില്ല. I can't feel no better. What's this knob do? ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ സമയമില്ല. ചുറ്റും ശത്രുക്കളാണ്. ഇന്ന് ഇവിടെ വെച്ച് ഞാൻ എന്റെ പ്രാക്ടിക്കൽ നടത്തും. അയ്യേ ക്രിസ്റ്റി നീ എന്തൊക്കെയാ പറയണേ? എടാ നിനക്ക് നിന്റെ തന്തയുടെ ബാധ കൂടിയാ. നോ, എന്റെ വീട്ടിൽ പോലും എന്റെ ശത്രുക്കളാ. സിൻഡ്രു വേണ്ട ക്രിസ്റ്റി വേണ്ട. നോ, ഫ്രണ്ട്സ് നിൽക്കുന്നത് കണ്ടൂടെ? അവനോട് പോവാൻ പറ. അയ്യോ എന്നെ പോലെ ഇത്രയും ഗതികേട്ട് ഒരു കൂട്ടുകാരനും വരുത്തല്ലേ കുട്ടികളാ. ക്രിസ്റ്റി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. മിണ്ടരുത്. എന്റെ ബാഹുബലി ഉണരാൻ തുടങ്ങി. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിസ്റ്റി വേണ്ടടാ. സിൻഡുവിനെ താഴെ ഇടടാ. നിന്റെ പ്രിൻസ് ആണോ പറയണേ? താഴെ ഇടടാ പൊന്നു മോനെ. ആഹാ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ നടത്തി വീഴ്ത്താൻ നോക്കാണോ? അങ്ങനെ ഞാൻ വീഴൂലടാ. നീ വേണേ അങ്ങ് നീന്തി അറബിക്കടലിലോട്ട് പോക്കോ. നോ കോംപ്രമൈസ്.
ഏട്ടായി എന്റെ ഏട്ടായി. അയ്യോ, ഒരു വശത്ത് സീൻ, ഒരു വശത്ത് കണ്ണാപ്പി. ഇതിനെയാണോ നീ ചെകുത്താനും കടലിനിടയിലെന്ന് പറയുന്നത്? ഇനി ഒന്നും നോക്കാനില്ല, മുങ്ങിയേക്കാം. യശോദേ. അങ്ങനെ നിങ്ങളെ കൂടുകൂടാ ചിരിപ്പിച്ച് ഓക്സിജൻ വരെ മുട്ടിച്ച ക്രിസ്റ്റിയും പ്രിൻസും ഹാരിയും മത്തായി അപ്പച്ചനും സാറാമ്മച്ചിയും കിളവൻ MDയും എല്ലാവരും നിങ്ങളോട് യാത്ര പറയുവാണേ. I can't feel no better. What's this knob do? பெண்ணல்ல வண்ண பூன்ற